അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ആദ്യം തന്നെ കുറച്ച് കമൻറ്റുകൾ ഞാൻ പറയാം. എനിക്ക് വന്ന അതായത് അതിൽ പലരും പല കമൻറ്റുകളും ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാം കണ്ടപ്പോൾ വായിച്ചപ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോയി. പലരും പറയുന്നത് ആ കുഞ്ഞിനെ കൊല്ലരുത്, ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പാടില്ല എന്നതാണ്. എന്ത് ചെയ്യും? അവർ രണ്ടുപേരും ഒരിക്കൽ പോലും ആ കുഞ്ഞിനെ വളരാൻ അനുവദിക്കില്ലല്ലോ അല്ലാ. പക്ഷേ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ ആ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ലാ റഹ്മാനെ, എൻ്റെ പൊന്നുമകൻ്റെ രക്തത്തിൽ പിറന്ന ആ ഒരു കുഞ്ഞ്, അല്ലാ, അതിനെ വാരിയെടുക്കാൻ എനിക്ക് കൊതി തോന്നും. അല്ലാ റഹ്മാനെ, അവൾക്ക് മോശം ബുദ്ധി ഒന്നും തോന്നിപ്പിക്കല്ലേ അല്ലാ. ഒരു പക്ഷേ രാജേഷിൻ്റെ കൂടെ അവൾ പോയിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ തന്നെയാലും ഉമ്മാക്ക് ഒരേ ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു, റബ്ബേ അവൾക്ക് തെറ്റായ രീതിയിലൊന്നും തോന്നരുതേ, തിരിച്ചു വരണേ എൻ്റെ കുട്ടി. ഉമ്മ അതായിരുന്നു. പക്ഷേ മറ്റു ചിലത് ഓർക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട മകൻ, പവിത്രമായ എൻ്റെ മകൻ്റെ ഭാര്യ തെറ്റുകാരിയായി പോകുന്ന ആ രംഗം അതാലോചിക്കുമ്പോൾ അതിലേറെ ടെൻഷനാണ്, അതിലേറെ വിഷമമാണ്. റബ്ബേ അല്ലാ, തെറ്റ് ചെയ്യുന്ന ഒരു പെണ്ണിനെ എൻ്റെ മോൻക്ക് വേണ്ട, അതായിരുന്നു ആ ഉമ്മയുടെ മനസ്സിൽ. പക്ഷെ അത് ഉമ്മ ഒരിക്കൽ പോലും തുറന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ പൊന്നു മോനോട് ഞാനിതെങ്ങനെ പറയുമല്ല. പറഞ്ഞാലും തെറ്റ്, പറയാതിരുന്നാലും തെറ്റെന്ന് പറഞ്ഞ പോലാവും. പറഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ കുട്ടി ഹൃദയം തകർന്ന് എന്തെങ്കിലും ആയിപ്പോകും. പറഞ്ഞില്ലെങ്കിലോ അവരോട് ചെയ്യുന്ന ഒരു ചതിയുമായി പോവും. പഠിച്ചവനെ, ഞാൻ എന്ത് ചെയ്യുക? ഉമ്മയായ എനിക്ക് അത് പറയാൻ കഴിയില്ല. എൻ്റെ മോൻ്റെ സുഹൃത്ത് സക്കീർ ഉസ്താദിനെ വിളിച്ച് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞാലോ? അവരൊക്കെ അറിയുമ്പോൾ അതൊരു മോശമായിരിക്കുമോ? പക്ഷേ ഒളിച്ചു വെക്കുന്നത് ഒട്ടും ശരിയല്ലല്ലോ. ഉമ്മ ആ പെട്ടിയിലേക്ക് നോക്കി. റബ്ബേ, ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി കാത്തിരിക്കുന്ന ആ പെട്ടിയിലെ സാധനങ്ങൾ, അതെ അവൾക്ക് വേണ്ടി അവൻ കൊടുത്തയച്ച കുങ്കുമപ്പൂവ്, ബദാം, പിസ്ത, ക്യാഷ്നട്ട്, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെ പലതും. അതെ അവളുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിനും പുഷ്ടിക്കും വേണ്ടിയുള്ളതാണ്. അതെല്ലാം ആർക്ക് വേണ്ടി? റഹ്മാനെ, മനസ്സ് വല്ലാതെ വേദനിക്കുന്നുള്ള. എൻ്റെ കുട്ടി എത്ര പ്രതീക്ഷയോടെ കൊടുത്തയച്ചതായിരിക്കും അതൊക്കെ, എത്ര പൈസ കൊടുത്ത് വാങ്ങിയതായിരിക്കും റഹ്മാനെ. ഉമ്മ അത് നോക്കി കണ്ണീര് വാർക്കുകയായിരുന്നു. ഉമ്മാൻ്റെ കുട്ടിയെ, ഉമ്മാൻ്റെ ഷെഫിയെ ഉമ്മാനോട് പൊറുക്കണം. ഉമ്മക്ക് പറയാൻ കഴിയണില്ലടാ എന്നോട്, സത്യമായിട്ടും അല്ലാ. അതിനുശേഷം ഉമ്മ അവിടെ രാവിലെ ചായക്കൊന്നും കടിയുണ്ടാക്കിയില്ല. എന്തിന്? ആർക്ക് വേണ്ടി? അല്ലെങ്കിലും ദോശയൊക്കെ ചുട്ടാൽ ഞാനൊന്ന് പിച്ചിയെടുക്കുമെന്നല്ലാതെ അവൾ തന്നെയാണ് വയറ് നിറച്ച് കഴിച്ച് പോറുള്ളത്. ഇപ്പം അത് ആർക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ്? അബ്ബേ, മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. ഒന്നുകൊണ്ടുമല്ല, അവൾ ഒറ്റയ്ക്ക് പോയിക്കാണെങ്കിൽ ഇത്ര വേദന ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടാണല്ലോ അവൾ പോയത്. അതെ, അപ്പോഴേക്കും ഗർഭിണിയായല്ലോ. ആ, എൻ്റെ കുട്ടി വന്ന കണക്കനുസരിച്ച് അയക്കണമല്ലോ എല്ലാം. ആ റബ്ബേ അല്ലാ, ഞാൻ എന്ത് ചെയ്യും? സക്കീർ ഉസ്താദിനോട് ഒന്ന് വിളിച്ച് വിവരം പറഞ്ഞാലോ? ഒരു പക്ഷേ അത് എങ്ങനെയെങ്കിലൊക്കെ ഓൻ പറഞ്ഞ് അവതരിപ്പിച്ചോളും. അല്ലെങ്കിൽ പിന്നെ ഉസ്താദിൻ്റെ അത് വേണ്ട, അവരൊക്കെ വിഷമാവും, അവർക്ക് ആകെ അറിഞ്ഞ പ്രശ്നമാവും. കാരണം വേണ്ട. അപ്പോൾ തന്നെ ഏതാ ഉമ്മ നേരെ സക്കീർ ഉസ്താദിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. രാവിലെ തന്നെ സക്കീർ ഉസ്താദിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ആരിപ്പോൾ ഇത്ര നേരത്തെ തന്നെ? ഓ, ഇത് നമ്മുടെ ഷെഫിൻ്റെ ഉമ്മയാണല്ലോ. ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം മോനെ. ആ ഉമ്മ, എന്തേ ആവശ്യം പറയും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിച്ചാൽ പോരെ. മോനെ ഒന്ന് ഇങ്ങോട്ട് ഏറ്റവും വരുമോ? ഉമ്മ അതിനെന്ത് വരാലോ, നിങ്ങൾ ഒരു മടിയും കാണിക്കണ്ട കേട്ടോ. വിളിക്കണേനും പറഞ്ഞതിനൊന്നും ഒരു മടിയും കാണിക്കണ്ട. ഉമ്മ എന്തേ കാര്യം? എന്തെങ്കിലും ചെയ്യാണ്ടോ? എന്തെങ്കിലും ഗൂഗിൾ പേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? മോൻ ഒന്ന് ഇവിടെ വരെ വരുമോ ഒഴിവുണ്ടെങ്കിലേ? ഉമ്മ അതിനെന്താ? അപ്പോൾ തന്നെ അതാ സക്കീർ ഉസ്താദ് നേരെ വീട്ടിലേക്ക് വരുന്നു. ഷെഫി ഉസ്താദിൻ്റെ പാവം മോന് വരുമ്പോഴേക്ക് എന്തെങ്കിലും ചായം കടി ഉണ്ടാക്കി വെക്കട്ടെ. ഉമ്മ പെട്ടെന്ന് തന്നെ അതാ കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. തലേ ദിവസം കുറച്ച് വാങ്ങിയ പഴം, അത്
വേഗം തൊലിയൊഴിച്ച് പഴംപൊരിയുടെ മാവ് കൂട്ടി എണ്ണയിലിട്ട് പൊരിച്ച് വെച്ചു. വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ? ബേക്കറി കൊടുക്കുന്നത് ശരിയല്ലല്ലോ, എൻ്റെ മോനെപ്പോലെ തന്നെയല്ലേ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ വീടിൻ്റെ കോളിംഗ് ബെൽ മുഴങ്ങുന്നു. അല്ല, മോനെത്തിയോ? മോനെ, പഠിച്ചോനെ, വാതിൽ തുറന്നു കൊടുക്കട്ടെ. ഉമ്മ ധൃതിയിൽ അതാ കോലായിലേക്ക് നടന്നു. മോനെ, ആ കയറിക്കോളി. ഉമ്മ അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. മോനെ ഇരിക്കും, മോനെ ഇരിക്കി. ആ എന്തുമ്മ വിളിപ്പിച്ചത്? ഉമ്മ ഒറ്റക്കുള്ളൂ? സീനത്തില്ല ഇവിടെ? ആ അതൊക്കെ ഞാൻ പറയാം മോനെ. മോനെ ഇരിക്കേ. എന്തൊക്കെയാ മോനെ വർത്താനം? സുഖമല്ലേ? അൽഹംദുലില്ലാ സുഖം തന്നെ അമ്മ, കുഴപ്പമൊന്നുമില്ല. മോനെ ചായ കുടിക്ക്. ചായ എടുക്കട്ടെ? ഉമ്മ ചായ ഒന്നും ഇപ്പോൾ ആവശ്യമില്ല. ഉമ്മ വിളിച്ച കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യല്ലോ. അല്ല മോനെ, ഇത് കുടിക്ക്. ഉമ്മ നല്ല ചൂടോട് കൂടെയുള്ള ചായയും ആ ഒരു പഴംപൊരിയും മോനക്ക് വെച്ച് കൊടുത്തു. ഉമ്മ ഇതൊക്കെ അപ്പോത്തിനുണ്ടാക്കിയോ? പൊന്നു മോനെ, മോൻ തിന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പഴംപൊരി നല്ല ചൂടോടെ കടിച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഉമ്മ. ഉമ്മ ചുട്ടതാണല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല ചായയും കുടിച്ചു അവൻ. മോനെ ഒന്നും കൂടി തിന്നേ. വേണ്ടമ്മ, മതി, എനിക്ക് മതിയായിട്ടാണ്. എന്നാ രണ്ടെണ്ണം വീട്ടിൽ കൊണ്ടേക്കട്ടോ. ഇവിടെ ഞാൻ ഉമ്മ വേണ്ട വേണ്ട, വീട്ടിലേക്കൊന്നും കൊണ്ടുപോകണ്ട. അല്ല, ഉമ്മ അത് അപ്പോൾ തന്നെ ഒരു പൊതിയിലാക്കി കവറിലിട്ട് കൊടുത്തു. ഇത് പോകുമ്പോൾ വീട്ടിൽ കൊണ്ടുപോവാം. ഉമ്മ വിളിച്ച കാര്യം ഇതുവരെ പറഞ്ഞില്ല. മോനെ, എൻ്റെ മോൻ്റെ സ്ഥാനത്ത് തന്നെയാണല്ലോ ഞാൻ നിന്നെയും കാണുന്നത്. എൻ്റെ ഷെഫിയും ഈയൊക്കെ എനിക്ക് ഒരുപോലെ തന്നെയാണ്. ഉമ്മ കാര്യം പറഞ്ഞില്ല കേട്ടോ ഇതുവരെ. ഉമ്മാക്ക് പറയുവാൻ കഴിഞ്ഞില്ല. ഉമ്മയുടെ കണ്ണീര് ഒഴുകുകയായിരുന്നു. എന്ത് ഉമ്മ, നിങ്ങൾ പറഞ്ഞോളേ. പൊന്നു മോനെ. എടാ സീനത്ത് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഉമ്മ അതാണോ? അത് സാരല്ല ഉമ്മ. അല്ലെങ്കിലും അവളും ഷെഫിയും ഭയങ്കര തമ്മിലൊരു ഇതില്ലല്ലോ. തമ്മിൽ സ്നേഹമില്ലാത്തവരാണ് പോകാനല്ല നല്ലത്. മോനെ, ഓളെ വീട്ടിലല്ലേ, അവിടെ നിന്നോട്ടെ. അതിനിപ്പോൾ നമ്മക്കെന്താ? മോനെ, ഓളെ വീട്ടിൽ മാത്രമല്ല, ഓളവിടെ ഇല്ല. ഒരു നിമിഷം സക്കീർ ഉസ്താദ് ഞെട്ടി. ഉമ്മ എന്ത് നിങ്ങൾ പറയുന്നത്? അതെ മോനെ, അവള് അവിടെയില്ല. അവള് എങ്ങോട്ടോ പോയിക്കണേ. ഉമ്മ കേസ് കൊടുത്തോന്നില്ലേ? എവിടെയാണെന്ന് റബ്ബേ. ഷോ, വല്ലാത്തൊരു. സക്കീർ ഉസ്താദ് അവിടെ നിന്ന് എഴുന്നേറ്റു. അദ്ദേഹം അതെല്ലാം കേട്ട് വീർത്തൊഴുകി. റബ്ബേ, അല്ലാ, മോനെ, ഞാൻ എൻ്റെ കുട്ടിയെ ഇതുവരെ അറിയിച്ചിട്ടില്ല. അല്ലാ, ഷെഫി അറിഞ്ഞിട്ടില്ലല്ലേ? ഓഹ്, വല്ലാത്തൊരു. എങ്ങനെ ഉമ്മ ഇത് ഞാൻ പറയാം അവനോട്? മോനെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കുട്ടിയെ നീ ഒന്ന് ബോധിപ്പിക്കണം. അല്ലാതെ ഞാനിങ്ങനെ മറച്ചു വെക്കുന്നത് ഒട്ടും ശരിയല്ലല്ലോ. ഓൻ്റെ ജീവിതം, അവൻ്റെ കെട്ടിയ പെണ്ണല്ലേ. ആ ഒരു. ഉമ്മ ഇൻഷാ അല്ലാ നോക്കട്ടെ. സത്യം പറഞ്ഞ സക്കീർ ഉസ്താദിനും അത് വല്ലാത്തൊരു ഷോക്കായി മാറി. ഉമ്മ, ഷെഫിൻ്റെ ജീവിതത്തിൽ ഇത് പതിവാണല്ലോ. അവൻ്റെ ആദ്യത്തെ പെണ്ണ് അവൾ അങ്ങനെ പോയി. എന്നാൽ രണ്ടാമത്തോളും അല്ലമ്മ വേറെ ആരുടെയും കൂടെ പോയതാണ്. അത് എന്തെങ്കിലും പറ്റി അറിയോ? അത് പോയത് തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ആർക്കറിയാം, അള്ളാഹു ആലം. ഏതായാലും റബ്ബേ, എൻ്റെ കുട്ടീൻ്റെ സ്ഥിതി വല്ലാത്തൊരു വിധി എൻ്റെ കുട്ടിക്ക് വന്നത്. റഹ്മാനെ, എൻ്റെ കുട്ടിക്ക് എന്താ റബ്ബേ? ഒരു കുട്ടിയോട് പോലും ഒരു എന്നുള്ളൊരു വാക്കോ ഒരു ഉപദ്രവോ അല്ലെങ്കിൽ ഒരു ചീത്ത പറിച്ചിലോ എൻ്റെ കുട്ടി ഇതുവരെ പറഞ്ഞിട്ടും ചെയ്തിട്ടുമില്ല. അത്രക്കും ലോലമായ രീതിയിലായിരുന്നു എല്ലാവരോടും പെരുമാറിയത്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് റബ്ബേ. ഉമ്മ നിങ്ങൾ പറയില്ലേ, ക്ഷമിക്കേ. നിങ്ങളൊന്നും വിഷമിക്കണ്ട മോനെ. എൻ്റെ കുട്ടി അറിയുമ്പോൾ ഹൃദയം പൊട്ടി. എൻ്റെ കുട്ടിക്ക് എന്ത് എന്ത് ചെയ്യും ഞാൻ? ഉമ്മ നിങ്ങൾ വിഷമിക്കല്ലേ. അതിൻ്റേതായ രീതിയിൽ ഞാൻ പറയുള്ളൂ കേട്ടോ. ഒരിക്കൽ പോലും അവൾ പോയി എന്ന് ഞാൻ പറയില്ല. അവളുടെ വീട്ടിലാണെന്നോ അങ്ങനെ എന്തേ ഞാൻ പറയുള്ളൂ. മോനെ, ഇങ്ങോട്ട് നോക്ക്. ആ ഒരു വലിയ പെട്ടിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അതാ ഉമ്മ പറയുന്നു. മോനെ, ഓൾക്ക് കുടിക്കാനുള്ള കുങ്കുമപ്പൂ വരെ അതിലുണ്ട്. ഉമ്മ അതേ മോനെ, അവൾക്ക് ഗർഭം ആണല്ലോ. അപ്പോൾ ആ സമയത്ത് പാലിട്ട് കുടിക്കാനുള്ള പാലായിട്ടും കുങ്കുമപ്പൂ ആയിട്ടും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കൊടുത്തയച്ചിരിക്കണം മോനെ. എൻ്റെ ഹൃദയം പൊട്ടുകയാണ്. കുട്ടിക്കും അവൾക്കും വേണ്ടിയിട്ട് തന്നെ.
ഞാൻ പറയും ഒക്കെ അവൾ എടുത്തോട്ടെ, തിന്നോട്ടെ, ഏറ്റവും നല്ലതാണ്. പക്ഷേ അവൾ എവിടെയെന്ന് വിചാരിച്ച് കൊടുക്കും. ഉമ്മ സാരല്ല, ഗർഭിണിയായിരുന്നു അല്ലേ? മോനെ അത് ഷെഫിനോട് വിളിച്ച് പറഞ്ഞിരുന്നു, മാഷാ അല്ലാ ഞാനൊരു ഉപ്പയാകാൻ പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെടാ മാഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ ദുആ ചെയ്തു. മോനെ അതേടാ, എൻ്റെ കുട്ടിയുടെ സന്തോഷമായിരുന്നു അത്. പക്ഷെ അവള് പോയില്ലേ, ആ കുഞ്ഞിനെന്തെങ്കിലും കാട്ടുമോ എൻ്റെ പേടി. കുഞ്ഞിനെന്തെങ്കിലും കാട്ടിക്കഴിഞ്ഞ് എന്തിനു നന്നടാ. ഉമ്മ നിങ്ങൾ ദുആ ചെയ്യ്, നിങ്ങളുടെ കൈകളുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് അവൾ പോയാലും വേണ്ടില്ല, കുഞ്ഞിനെ ഇങ്ങോട്ട് കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ മോനെ. അതിനകത്തൊന്നും ആയിട്ടുമില്ലല്ലോ. അല്ലമ്മ, ഒന്നും തോന്നാതിരിക്കട്ടെ അവർക്കൊന്നും ചെയ്യാൻ. സത്യം പറഞ്ഞ സക്കീർ ഉസ്താദിന് അവിടുന്ന് കണ്ണീരോടെയാണ് ഞാൻ ഇറങ്ങുന്നത്. ഉമ്മ എന്നാൽ ഞാൻ അങ്ങോട്ട്. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ പറ്റിയ ആ ഒരു അബദ്ധം, അത് സക്കീർ ഉസ്താദിന് വളരെയധികം വിഷമമായിരുന്നു. ഉമ്മ പോയിട്ട് വരട്ടെ, അസ്സലാമു അലൈക്കും. അപ്പോൾ തന്നെ ബൈക്കിൽ കയറി അതാ ഷെഫി ഉസ്താദ് പോയി. റബ്ബേ, എൻ്റെ കുട്ടിയുടെ ഇനി അറിയുമ്പോൾ എന്തായിരിക്കും എൻ്റെ കുട്ടിയുടെ അവസ്ഥ. ഏതൊരു ഭർത്താവും ഒരിക്കൽ പോലും മനസ്സിൽ പോലും വിചാരിക്കാത്ത സംഭവമാണ് അവൾ ചെയ്തത്. അവൾ മറ്റൊരുത്തൻ്റെ കൂടെ പോകുന്ന ഒരാൾക്കും സഹിക്കൂല. അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഡൈവേഴ്സ് ചെയ്യും, അത് ഉറപ്പാണ്. പക്ഷേ നമ്മളെ കുഞ്ഞുള്ള സ്ഥിതിക്ക് ഒന്നിനും വയ്യല്ലോ റബ്ബേ, എന്താ ചെയ്യാൻ എനിക്കറിയില്ല. ഉമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ ഈ സമയം സക്കീർ ഉസ്താദിനും ആകെ ടെൻഷനായി. റബ്ബേ, ഷെഫിയത് ഞാനങ്ങനെ അറിയിക്കും, എനിക്ക് അറിയുന്നില്ല റബ്ബേ. ഞാനൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചാലോ, അല്ലെങ്കിൽ കോള് ചെയ്യേ? അവനോട് ഞാനിതെങ്ങനെ പറയും റബ്ബേ? ഷെഫി ഉസ്താദ് ശരിക്കും വേർത്തു. എന്തായാലും വേണ്ടില്ല അല്ലാ, തവക്കൽത്തു അലല്ലാ, എൻ്റെ കൂട്ടുകാരന് ഒന്നും സംഭവിക്കരുതേ അല്ലാ. ആ നിമിഷം തന്നെ അതാ അവൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും ഷെഫി ഉസ്താദ്. സമയം അവിടെ ആയിട്ടില്ല, ഇനിയിപ്പോൾ എന്താന്നാവും, ഓൺലൈനിലൊന്നും കാണുന്നില്ല, തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഷെഫി ഉസ്താദിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സക്കീർ ഉസ്താദ്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഷെഫി ഉസ്താദ് ഫോൺ എടുത്ത് നോക്കുന്നു. അല്ല, സക്കീർ ഉസ്താദോ? റബ്ബേ, എന്താന്നാവോ, കല്യാണം മറ്റും ശരിയായോ എന്താവോ. ഹലോ, വലൈക്കും അസ്സലാം വറഹമത്തുള്ള യാ ഹബീബി, എവിടെ മുത്തേ? അതെ, അവനയച്ച ആ ഒരു മെസ്സേജ് ഡബിൾ ടിക്കായി, പെട്ടെന്നത് ബ്ലൂ ടിക്കായി. ശരിക്കും അവനത് വായിച്ചു കഴിഞ്ഞു. തിരിച്ച് മെസ്സേജും വന്നു. ഇവിടെ ഉണ്ട് മുത്തേ, സുഖം തന്നെ. എന്തൊക്കെയുണ്ട് പാട്? അറബി വീട്ടിലൊക്കെ ഹാപ്പി അല്ലേ? അൽഹംദുലില്ലാ, ഹാപ്പിയാണടാ, എല്ലാം കൊണ്ടും ഇവിടെ അൽഹംദുലില്ലാ. അറിഞ്ഞില്ലേ നീ എൻ്റെ സന്തോഷങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന? അതിൻ്റെ ഒരു സന്തോഷത്തിലേ എനിക്ക് സത്യം പറഞ്ഞാൽ നാട്ടിലേക്ക് പോരാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ്. എനിക്കെൻ്റെ പെണ്ണിനെ ഒന്ന് കാണണടാ, എനിക്കെൻ്റെ പെണ്ണിനെ കാണണം. അവളെ വേണ്ട, ഇനി കൂടുതൽ ഞാൻ പറയണില്ല. എന്തെന്നറിയില്ല, എൻ്റെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന പെണ്ണല്ലേ. എനിക്ക് എൻ്റെ ജീവനിൽ പിറന്നൊരു കുഞ്ഞിനെ, എൻ്റെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞിനെ തരുന്നത് അവളല്ലേ. അവൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞ എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങോട്ട്. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ചുള്ള ആ ഒരു നല്ല വാക്കുകൾ കേട്ട് സക്കീർ ഉസ്താദ് ഒരു നിമിഷം പതുങ്ങിപ്പോയി. മതി പറഞ്ഞത്. ഓക്കെ, കുഞ്ഞുണ്ടാകാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമൊക്കെ തന്നെയാണ്. അതാടാ നിനക്ക് ഫസ്റ്റ് ടൈം ആയിട്ടാ. സക്കീറെ ഉസ്താദെ, എൻ്റെ മനസ്സിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് അറിയായിട്ടാണ്. എനിക്ക് എൻ്റെ ഉമ്മാക്ക് ആകെ ഒരേ ഒരു മോനാണ്. ഒരു കൂടപ്പിറപ്പിന് വേണ്ടി ഒരുപാട് കൊതിച്ചതാണ്. ഒരു ജ്യേഷ്ഠന്, ഒരു അനിയനുണ്ടെങ്കിൽ എൻ്റെ ജീവിതം എത്ര സുന്ദരമായിരുന്നു എന്ന് ഞാൻ കൊതിച്ചതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തരുന്നത് ഇപ്പോഴൊരു കുഞ്ഞിനേതാണ്, എൻ്റേതെന്ന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കുഞ്ഞിനെ. എനിക്ക് സന്തോഷം ഇല്ലാണ്ടിരിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒന്ന് മനസ്സിലാകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. പക്ഷേ സക്കീർ ഉസ്താദിന് ഇതെങ്ങനെ പറഞ്ഞ് ഒപ്പിക്കുന്നു അറിയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളാണ് ഷെഫി ഉസ്താദിന് ഇപ്പോൾ ഉള്ളത്. ഒരു പക്ഷേ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ സ്വപ്നങ്ങളെല്ലാം
പെട്ടെന്ന് താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഷോക്കായി മാറും. ഒരു പക്ഷേ ഷെഫി ഉസ്താദിൻ്റെ മാനസിക നില തെറ്റാൻ തന്നെ അതൊരു കാരണമായേക്കാം. അതുകൊണ്ട് സക്കീർ ഉസ്താദ് കാര്യങ്ങൾ ഒന്നും പറഞ്ഞില്ല. മോനെ ശരിയാണടാ, അതൊക്കെ ഓക്കെയാണ്. അല്ല, നിൻ്റെ വൈഫ് ഇവിടെ ഇല്ലല്ലേ? വൈഫ് ഉണ്ടായിരുന്നല്ലോ. ഓ, അവളുടെ വീട്ടിലാണെന്നോ എന്തോ പറഞ്ഞു കേട്ടു. അവിടെ നിന്നോട്ടെ എന്നാൽ. കാരണം ചിലപ്പോൾ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റേതായ രീതിയിൽ അവർ കൊണ്ടുപോയതായിരിക്കും. അല്ല, നീ കോണ്ടാക്റ്റ് ഒന്നുമില്ലടാ? ഞാൻ പലപ്പോഴും സ്വിച്ച് ഓഫ് ആയിരിക്കും. പിന്നെ അവൾക്ക് ഈ ഒരു അസുഖമൊക്കെ അല്ലേ വിചാരിച്ചിട്ട് വല്ലപ്പോഴും മെസ്സേജ് അയച്ചു വിടും. ഉമ്മാനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയും. എന്നിട്ട് ഉമ്മ എന്ത് പറയാന്? ഉമ്മാക്ക് ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ. അത് അവൾക്കുള്ളത് അങ്ങോട്ട് എത്തിച്ചു കൊടുത്താലേക്കേ എന്നാൽ പിന്നെ ഹാപ്പി ആവുമല്ലോ. ഓ, അങ്ങനല്ലേ. ഏതായാലും പക്ഷേ സക്കീർ ഉസ്താദിന് അത് പറയുവാൻ കഴിഞ്ഞില്ല. അവൻ്റെ ഹാപ്പിനെസ് നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല എന്ന് മനസ്സിലായി. എന്നാ സുഖമല്ലേ, ഞാൻ വിളിക്കാട്ടോ. പിന്നെ അല്ലെങ്കിലും കുറച്ച് കാലമൊക്കെ അവർ വീട്ടിലേക്ക് നിൽക്കണമായിരിക്കും ഇഷ്ടം. ഭാര്യമാരെ വെച്ചിട്ട് കണ്ട് കൂടുതൽ ഇങ്ങനെ കയറ്റി വെക്കൊന്നും വേണ്ട. ഒരു ലിമിറ്റ് അതേ നടക്കുള്ളൂ. അല്ലേ ഒരു തലി കയറുന്നേ. എന്താടാ ഈ പറയണത്? നമുക്ക് നമ്മുടെ രക്തത്തിൽ പിറക്കുന്ന ഒരു കുഞ്ഞിനെ പ്രസവിച്ചു തരുന്നതാണ് അവർ. മുറിയാത്ത പല രക്തബന്ധങ്ങളും ഉണ്ടാകുന്നത് ഭാര്യയിലൂടെയാണ്. അത് ഈ മറന്നോ? നമ്മുടെ ഭാര്യ എന്ന് വെച്ചാൽ ശരിയാണ്, നമ്മൾ പുറത്തുനിന്ന് കല്യാണം കഴിച്ചതാണ്. പക്ഷേ ഒരിക്കൽ പോലും മുറിയാത്ത, അതായത് എൻ്റെ മക്കളെ അവൾ പ്രസവിച്ച് തരികയാണെങ്കിൽ ഞാനും എൻ്റെ മക്കളും തമ്മിലുള്ള ബന്ധം ഒരിക്കലും മുറിയില്ലല്ലോ. ഒരിക്കലും മുറിയാത്ത ബന്ധങ്ങൾ ഉണ്ടാകുന്നത് അവളിലൂടെയാണ്. അപ്പം നമ്മൾ ബഹുമാനിക്കണം. സത്യമായിട്ടും പാവം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളാണ് അവർക്ക് ഉള്ളത്. ഒരു നിലക്കും സക്കീർ ഉസ്താദിന് അത് പറഞ്ഞ് മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പിന്മാറുകയായിരുന്നു. റബ്ബേ, എൻ്റെ കൂട്ടുകാരൻ ഇതറിഞ്ഞാൽ മനം നൊന്ത് എന്തെങ്കിലും സംഭവിക്കും. അതുകൊണ്ട് റഹ്മാനെ, എനിക്ക് കഴിയുന്നില്ല എൻ്റെ കൂട്ടുകാരനോട്. നിൻ്റെ ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ പോയിരിക്കുന്നു, അല്ലെ അവളെ കാണാനില്ല എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. സക്കീർ ഉസ്താദ് അതിൽ നിന്ന് പിന്മാറുകയാണ്. ഷെഫി, എന്നാൽ ശരിയടാ, ഞാൻ പിന്നെ വിളിക്കാട്ടോ. അസ്സലാമു അലൈക്കും. അങ്ങനെ അവരുടെ ചാറ്റിംഗ് അവിടെ അവസാനിപ്പിക്കുന്നു. എന്നാൽ ഈ സമയം തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ ഓർത്ത് ഉസ്താദ് ഒരുപാട് സന്തോഷിക്കണം. അല്ലാ റഹ്മാൻ, ഇനി എത്ര മാസമുണ്ട്? എൻ്റെ കുഞ്ഞിനെ കാണാൻ ഇനി എത്ര മാസമുണ്ട്? ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് പോലും അവൾ കറക്റ്റ് പോയിട്ടില്ലേ? എനിക്കറിയില്ല. അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി, ഇല്ല, സ്വിച്ച് ഓഫ് ആണ്. ഓ, ഇതാണ് ടെൻഷന്. അല്ലെങ്കിൽ അവളുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ വിളിക്കുമ്പോൾ പലപ്പോഴും അവൾ ബിസിയാക്കി ഓടിക്കളയും. എന്നാലും വേണ്ടില്ലല്ല, എൻ്റെ കുഞ്ഞിനെ അവൾ പ്രസവിച്ചു തരുമല്ലോ. അതന്നെ എനിക്ക് വലിയ ഭാഗ്യം. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയിലെ കുറ്റങ്ങളും തെറ്റുകളൊന്നും അവൻ കൂടുതലായിട്ട് പുറത്തെടുക്കാതെ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടായിരുന്നു സീനത്തിനെ അവർ അത്രക്കും ഇഷ്ടപ്പെട്ടിരുന്നത്. എന്തായാലും വേണ്ടില്ല, എൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലാണല്ലോ, അപ്പം ഞാൻ ബഹുമാനിക്കണം അവളെ എന്തൊക്കെ തന്നെയാലും. സത്യം പറഞ്ഞ ഷെഫി ഉസ്താദ് ആ ദിവസങ്ങളിലെല്ലാം നല്ല ഹാപ്പിയിൽ തന്നെയായിരുന്നു. സഹറ ബത്തൂൽ ചോദിക്കും, ഉസ്താദ് ഹാപ്പിയാണല്ലോ അല്ലേ? അതെ മോളെ. ഉസ്താദേ, എൻ്റെ ക്ലാസ് തുടങ്ങുകയാണ് നാളെ മുതൽ. ഓക്കെ ഇൻഷാ അല്ലാ. അങ്ങനെ പിറ്റേ ദിവസം മുതൽ സഹറ ബത്തൂലിനെയും കൊണ്ട് ഉസ്താദ് പോവുകയാണ്. എന്നാൽ ബത്തൂൽ പറയുന്നു, അല്ല ഉസ്താദേ, എനിക്കിന്ന് കഥകളും സ്റ്റോറികളും ഇല്ലേ? എന്താ പ്രകൃതിയെക്കുറിച്ച് കാലാവസ്ഥയെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞൂടെ? മോളെ, അതിമനോഹരമായ കാലാവസ്ഥയാണ് ഇപ്പോൾ. കഠിനമായ ചൂടിൽ നിന്നും ഇപ്പോൾ പതുക്കെ ചെറിയൊരു തണുപ്പിലേക്ക് മാറി തുടങ്ങുന്നുണ്ട്. എന്നാൽ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ നല്ല മഴ തന്നെയായിരിക്കും. അവിടെയുള്ള തോടുകളും പുഴകളുമെല്ലാം നിറഞ്ഞൊഴുകുകയായിരിക്കും. എന്നാൽ ഈയൊരു സമയം നമ്മുടെ ഈത്തപ്പഴങ്ങളെല്ലാം പഴുത്ത് പാകമായി എല്ലാം പറിക്കേണ്ട സമയമായി കഴിഞ്ഞു. അറബ് നാട്ടിൽ ഇത്രയധികം ചൂട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് എന്തുകൊണ്ടായിരിക്കും? ഇവിടുത്തെ ഈത്തപ്പഴ മരങ്ങൾക്ക് അത് പഴുക്കാനുള്ള ചൂടായിരിക്കും. അല്ലാതെ ഒന്ന് കാണാതെ അള്ളാഹു ഒന്ന് സൃഷ്ടിക്കില്ലല്ലോ. അതെ, ഈ ഒരു കടുത്ത ചൂട് വേണം ഇവിടുത്തെ പഴങ്ങൾ പഴുക്കുവാൻ. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ തന്നെയാലും പാകമായി അൽഹംദുലില്ലാ ഇനി ചെറിയ രീതിയിലുള്ള തണുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
എല്ലാം അള്ളാഹുവിൻ്റെ നിഅമത്ത് അല്ലേ? ഉസ്താദേ, അത് എനിക്കൊരു കാര്യം ചോദിക്കട്ടെ? എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് ആദം നബിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും പുറത്താക്കിയത്? മോളെ, നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞത് അനുസരിക്കാതിരുന്നാൽ നമ്മളെ പുറത്താക്കും. അതിനു വേണ്ടി ഇബ്ലീസ് പിഴപ്പിക്കാൻ വന്നു. എന്തിനാ വന്നത്? അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം, പക്ഷേ ഈ മരത്തിൽ മേലത്തെ പഴം നിങ്ങൾ തുടരുത്. അത് പറഞ്ഞപ്പോഴാണ് ഇബ്ലീസ് വന്നത്. എന്തുകൊണ്ടത് കഴിച്ചൂടാ? അതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. ഇബ്ലീസ് വന്നു. അതെ ബീവി, പിന്നെ ആ മരത്തിലെ പഴം കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അത് കഴിച്ചു കഴിഞ്ഞാലേ നമ്മൾ സ്വർഗത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു പോവില്ല. അത്രക്ക് ടേസ്റ്റാണ്. എന്തൊക്കെ തന്നെയാലും പെണ്ണുങ്ങളല്ലേ, വേഗം വിശ്വസിക്കുമല്ലോ. അതെ, അത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായ ആദം നബിക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്നാൽ പെട്ടെന്ന് പഴം ഇവർ കഴിച്ചു. നല്ല അതീവ ടേസ്റ്റുള്ള പഴം. ബീവി, നമ്മുടെ ഉമ്മയാണത്, നമ്മുടെ ഏറ്റവും വലിയ ഉമ്മ. ബീവി കഴിച്ചു. ആദം നബി കഴിച്ചപ്പോഴേക്കും അതിവിടെ തൊണ്ടയിൽ അതിൻ്റെ കുരു കുടുങ്ങിയെന്നോ, അത് പാതി ഇറക്കിയില്ല. അങ്ങനെയൊക്കെയാണല്ലോ ചരിത്രങ്ങൾ പറയുന്നത്. നിനക്ക് അറിയുമോ? അറിയാം. അതല്ല, അപ്പോൾ തന്നെ ആ നിമിഷം തന്നെ അള്ളാഹു പുറത്താക്കിയില്ലേ? തെറ്റ് ചെയ്താൽ ശിക്ഷ അപ്പോഴൊപ്പം കൊടുക്കും. അത് ആരൊക്കെ തന്നെയായാലും തെറ്റ് ചെയ്താൽ കൊടുത്തിരിക്കണം. ഷെഫി ഉസ്താദ് ഈ കഥകളെല്ലാം പറയുമ്പോഴും തൻ്റെ ഭാര്യ തെറ്റ് ചെയ്യുകയാണ് എന്നുള്ള ആ ഒരു കാര്യം ഉസ്താദ് അറിയുന്നേയില്ല. ഒരു പക്ഷേ അതറിഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദ് അവളെ ത്വലാക്ക് ചൊല്ലും, അതുറപ്പാണ്. പക്ഷേ തൻ്റെ കുഞ്ഞ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരിക്കലും ത്വലാക്ക് ചൊല്ലാൻ പാടില്ലല്ലോ. റബ്ബേ, പാവം ഉസ്താദ് ഒന്നും അറിയുന്നില്ല. ബത്തൂൽ വീണ്ടും വീണ്ടും ഓരോ ക്വസ്റ്റ്യനുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. മോളെ, നിൻ്റെ ബുദ്ധി വളരെയധികം അപാരം തന്നെ. നീ ഒരുപാട് ക്വസ്റ്റ്യൻസ്, എനിക്ക് പോലും അറിയാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് നീ എന്നോട് ചോദിക്കുന്നത്. എന്നാൽ ഈ സമയം അറബിയും അറബിച്ചിയും ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അർബ, നമ്മുടെ മകളുടെ സ്ഥിതി നിങ്ങൾക്കറിയുന്നതല്ലേ? എന്താ? നമ്മുടെ മകൾക്ക് ഏറ്റവും അനുയോജ്യനായ ഒരാളെ കണ്ടെത്തണമല്ലോ, അതിനുള്ള സമയമായല്ലോ. ബീവി, മകൾ പഠിക്കുകയല്ലേ? അതിനെന്താ, മകൾ പഠിക്കുകയാണെങ്കിലും വിവാഹപ്രായമായിട്ടുണ്ടല്ലോ അവൾക്ക്. ഇനി വിവാഹം കഴിഞ്ഞിട്ടും പഠിക്കാലോ. ഏറ്റവും നല്ലത് ബീവി, നമ്മുടെ മോളെ ആര് ഏറ്റെടുക്കാനാ? അങ്ങ് എന്താണ് ഈ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. എന്തൊക്കെ തന്നെയായാലും നമുക്ക് ഷെഫി ഉസ്താദിനോട് തന്നെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു നോക്കിയാലോ? ഷെഫി, അവൻ വിവാഹിതനാണോ അല്ലയോ എന്നുള്ളത് നിനക്കറിയോ? അത് നിങ്ങൾ എന്ത് പറയുന്നത്? നമുക്ക് കാര്യങ്ങൾ ചോദിച്ചാൽ പോരെ? പിന്നെ നമ്മുടെ മകളെക്കുറിച്ച് കൂടുതൽ എല്ലാം കൊണ്ടും അറിയുന്നത് ഷെഫി ഉസ്താദ് തന്നെയാണ്. നമുക്ക് അങ്ങനെ ഒരാളെ കിട്ടുകയാണെങ്കിൽ വളരെയധികം ഭാഗ്യമായിരിക്കും. ബീവി, നീ എന്തേ പറയുന്നത്? നമ്മളങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അവൾ ഉസ്താദ് എന്ന രീതിയിലല്ലേ അവളെ കണ്ടത്. നമ്മുടെ മകൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും വിശ്വാസവും ഏറ്റവും ഇഷ്ടവും ഷെഫി ഉസ്താദിനോട് ആയിരിക്കും എന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ അവനോട് തുറന്ന് പറയാഞ്ഞാലും നമുക്ക് പറ്റില്ലല്ലോ. പറയാനുള്ളത് മറച്ചു വെച്ചാൽ പറ്റില്ലല്ലോ. എന്ത് ചെയ്യും? എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദ് ഡ്രൈവിംഗ് ചെയ്യുന്നതിനിടയിലാണ് ഒരു കോൾ വരുന്നത്. അത് മറ്റാരുടേതും ആയിരുന്നില്ല, സീനത്തിൻ്റെ ആങ്ങളുടെ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അളിയ, എന്താ? ഇനി ഒരിക്കലും എനിക്ക് അളിയാന്ന് വിളിക്കാൻ യോഗ്യത ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ നിങ്ങൾ എന്തേ പറയണത്? എന്തു പറ്റി? അത് സീനത്തിൻ്റെ ആങ്ങളെ കാര്യങ്ങൾ ഉസ്താദിനോട് പറയുമോ? അത് എനിക്കൊരു കാര്യം പറയാണ്ട്. ഒരിക്കലും നിങ്ങളോട് മറച്ചു വെക്കുന്നത് ശരിയല്ലല്ലോ. അത് പറയാതിരിക്കാനും വയ്യല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അളിയ, നിങ്ങൾ കാര്യം പറയും. ഷെഫി ഉസ്താദ് സിഗ്നലിട്ട് പതുക്കെ വണ്ടി ഒന്ന് സൈഡാക്കി. പെട്ടെന്ന് സഹറ ബത്തൂൽ, എന്തു പറ്റി ഉസ്താദ്?
ഒരു മിനിറ്റ്. ഷെഫി ഉസ്താദ് വണ്ടിയിൽ നിന്നിറങ്ങി. ഹലോ അളിയ, നിങ്ങൾ എന്താ പറയുന്നത്? അത് സീനത്ത് 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 അവൾ അവിടെ വീട്ടിലാണെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. അവൾക്ക് എന്തു പറ്റി? അവൾക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് വീട്ടിൽ വന്ന് എടുത്ത് കൊണ്ടുപോകുമോ? വീട്ടിലേക്കാണ് വന്നത്. അവൾക്കും കുഞ്ഞിനുള്ളതൊക്കെ. സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ സീനത്തിൻ്റെ ആങ്ങള ഷിഹാബിന് ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. അളിയ, അത് ഞാനേ ഒന്നും ഉണ്ടായിട്ടില്ല, ഞാൻ ഇങ്ങനെ ഒന്ന് വിളിച്ചെന്ന് മാത്രം. ഓ, എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും? അത് സീനത്തിൻ്റെ സ്വഭാവം ഉസ്താദിനെ അറിയുന്നല്ലേ. അവളിങ്ങനെ ഒരു സ്വഭാവം അത്ര ശരിയില്ല. അതെനിക്കറിയാം. അതൊക്കെ മാറിയല്ലോ. അവളിപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഉമ്മയാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അവൾക്ക് മാറ്റം വന്നിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ആങ്ങളയുടെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, പാവ നിഷ്കളങ്കനായ ഉസ്താദ് ഒന്നും അറിഞ്ഞിട്ടില്ല. അല്ലാ, ഇത് ഞാൻ എങ്ങനെ പറയും എനിക്കറിയുന്നില്ല. ഉസ്താദേ, ഞാനൊരു കാര്യം പറയാണ്. അതായത് സീനത്തിപ്പോൾ ഇവിടെ അല്ല. ഒരു നിമിഷം അതാ ഷെഫി ഉസ്താദിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. എന്താ എന്താ എന്താണ് ഞങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്താ എൻ്റെ സീനത്തിന് എന്താ സംഭവിച്ചത്? അവൾക്ക് എന്തെങ്കിലും, എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചോ? ഒരു പക്ഷേ അദ്ദേഹം ഞെട്ടിത്തരിച്ചത് മറ്റൊന്നുകൊണ്ടുമല്ലായിരുന്നു. ഞാൻ ഇത്രയും ദിവസം ആഗ്രഹിച്ച, ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന തൻ്റെ പ്രിയപ്പെട്ട സീനത്തിൻ്റെ വയറ്റിനുള്ളിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ വല്ലതും സംഭവിച്ചോ എന്നായിരുന്നു ഷെഫി ഉസ്താദ് വിചാരിച്ചത്. അളിയ, എന്തെങ്കിലും എൻ്റെ കുഞ്ഞിന് സംഭവിച്ചോ? അത് ഞാൻ പറയാം. സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിന് അത് വല്ലാത്തൊരു ഷോക്കായി മാറി. അളിയ, എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല, അതൊന്നല്ല. അല്ലേ, സീനത്തിൻ്റെ സ്വഭാവം ഒന്ന് മാറ്റം വരുത്താനേ, അതൊക്കെ ശരിയായിക്കോളും. അതൊന്നും വിഷയമല്ല. അവളൊക്കെ പക്ഷെ ഞാൻ എടുത്തിട്ട് അവൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അതാണ് എനിക്ക് സങ്കടം. ഷെഫി, ഇനി അവളെ വിളിക്കണം എന്നില്ല. അതെന്തേ? അതെന്തേ അളിയ? എന്തേ? എന്തെങ്കിലും? അതൊന്നുമല്ല. ആള് ശരിയല്ല. തൻ്റെ അളിയൻ്റെ ആ ഒരു വാക്കുകൾ അത് പൂർണ്ണമല്ലായിരുന്നു. ഇടയ്ക്കിടെ മുറിഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ വ്യക്തതയില്ലാതെയും പറഞ്ഞത് കൊണ്ട് തന്നെ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ഏറെക്കുറെ എന്തൊക്കെയോ ചിന്തകൾ വന്നു തുടങ്ങി. റബ്ബേ, അല്ലാ, ഞാൻ പിന്നെ വിളിക്കട്ടെ ഷെഫി. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. പഠിച്ചോനെ, അവൻ്റെ എല്ലാ ആ സന്തോഷവും കെട്ടടങ്ങുകയാണോ അറിയുന്നില്ല. നേരെ വാഹനത്തിൽ കയറി വാഹനം ഓടിക്കുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ഉസ്താദ്, എന്തു പറ്റി? അവളുടെ ആ ഒരു ചോദ്യം. എന്തൊന്നും മിണ്ടാത്തതങ്ങ്? ബത്തൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ച പലതും ഉണ്ടാവും. അത് ഒരു പക്ഷേ ഏഴാൻ ആകാശത്തായിരുന്നാലും നമുക്ക് വിധിച്ചതാണെങ്കിൽ അത് കിട്ടും. അല്ല, നമ്മുടെ രണ്ട് ചുണ്ടുകൾക്കിടയിലായിരുന്നാലും നഷ്ടപ്പെടാൻ വിചാരിച്ചാൽ നഷ്ടപ്പെടും. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. അതെ, ഈ സമയത്ത് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഷെഫി ഉസ്താദ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഡ്രൈവിംഗ് ചെയ്യുന്നത്. ഒരു നിമിഷം ഭയന്നു പോയി. അല്ലാ, നിയന്ത്രണമെങ്ങാനും നഷ്ടപ്പെടുമോ? തവക്കൽതു അലല്ലാഹ്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഷെഫി ഉസ്താദ് എല്ലാം അറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തായിരിക്കും അദ്ദേഹം പറയുക? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സൗണ്ടിലൊക്കെ നല്ല മാറ്റമൊക്കെ വന്നുകൊണ്ട് ബുദ്ധിമുട്ടൊക്കെ ആയെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എല്ലാവരും. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാ അല്ലാ. ഓക്കെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.